ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്കുള്ള ഒരുക്കത്തിൻ്റെ യാത്രയിലാണല്ലോ നാം ഒക്കെയുമായിരിക്കുന്നത്. ക്രിസ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസ്സിൻ്റെ പൂർണ്ണ വിശുദ്ധിയെ ആലേഖനം ചെയ്യുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. പരിശുദ്ധ സഭയിൽ വിശുദ്ധ തൃത്വത്തിനു ശേഷം ഏറ്റവും പരമോന്നതമായ സ്ഥാനമാണ് പരിശുദ്ധ അമ്മയ്ക്ക് സഭ നൽകിയിരിക്കുന്നത്. എന്നും ആവശ്യക്കാരുടെ യാചനകൾക്ക് ഏറ്റവും സമീപസ്ഥയാണ് പരിശുദ്ധ അമ്മ. അമ്മ എന്ന വാക്ക് തന്നെ നമുക്ക് ഏറെ വാത്സല്യവും സ്നേഹവും ആശ്വാസവും കുളിർമയൊക്കെ തരുന്നതാണല്ലോ. തൻ്റെ മക്കളുടെ കഷ്ടവും ദുഃഖവും കണ്ടു നിൽക്കാൻ ഒരമ്മയ്ക്കും കഴിയാത്തതുപോലെ നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ മധ്യസ്ഥത യാചിക്കുന്നവളാണ്. ഖാനാവിലെ കല്യാണ വിരുന്നിലും നമ്മൾക്കത് കാണുവാൻ സാധിക്കും. അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരം ഒരു കുടുംബം മുഴുവൻ ഏറ്റവും വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അമ്മയുടെ മധ്യസ്ഥത ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതാണ്. തലമുറകൾ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമ്പോഴും നാം അമ്മയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ ജീവിതത്തിലുടനീളം അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയവളാണ് പരിശുദ്ധ അമ്മ. ഗബ്രിയേൽ മാലാഖ മുഖാന്തരം അരുളി ചെയ്ത മംഗളവാർത്ത മംഗളകരമല്ലാഞ്ഞിട്ടും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിച്ച് തൻ്റെ സ്വന്തം വ്യക്തിത്വത്തെ വെറുമയാക്കി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്കായി സ്വയം സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. മോശ കണ്ട കത്തിയെരിയുന്ന മുൾപ്പടർപ്പ് പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുന്നു. കത്തിയെരിയുന്ന മുൾപ്പടർപ്പ്, എന്നാൽ ഒന്നും വെന്തു പോകുന്നില്ല. മാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിയാത്ത അഗ്നിയാകുന്ന ദൈവത്തെ തൻ്റെ ഉള്ളിൽ വഹിച്ചിട്ടും ആ ശരീരത്തിനോ തൻ്റെ കന്യാത്വത്തിനോ യാതൊരു ഊനവും കേടും സംഭവിച്ചിട്ടില്ല. അതിന് കാരണം അമ്മയുടെ വിശുദ്ധിയാണ്, നിർമ്മലതയാണ്. യൂയാക്കീം ഹന്ന ദമ്പതികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അവർക്ക് നൽകിയ അമൂല്യമായ നിധിയാണ് പരിശുദ്ധ മറിയം. ചെറുപ്പം മുതൽ ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും ചേർന്നുള്ള ജീവിതം, ഇതുമൂലം പരിശുദ്ധ അമ്മയിൽ അനേക സ്വഭാവ വിശേഷതകൾ രൂപപ്പെട്ടിരുന്നു. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് ക്രൂശിൽ ജീവൻ വെടിഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണവും സ്വയം ശൂന്യമാക്കലിൻ്റെ അടയാളമാണ്. ഭൂമിക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അമ്മ നമുക്ക് നൽകി കഴിഞ്ഞു. ആകയാൽ പുത്രൻ തമ്പുരാനെ വഹിച്ച ആ വിശുദ്ധമായ ശരീരം മണ്ണിൽ അഴുകുവാനുള്ളതല്ല. അതുകൊണ്ട് പരിശുദ്ധ മാതാവ് ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഓഗസ്റ്റ് മാസം 15 ഭാരതീയരെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാവുന്ന ദിവസമാണ്. അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദിവസമാണല്ലോ. അനേകായിരങ്ങളുടെ ത്യാഗത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഫലമായി നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അതേസമയം മനുഷ്യ മനസ്സുകൾക്ക് സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പറന്നുയരുവാനുള്ള ഒരു പ്രത്യാശയുടെ ചിറകുകൾ കൂടിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും എന്നും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.